കൂട്ടാനും തൈരും കൂട്ടി കുഴയ്ക്കാം. ആദ്യം നമുക്കൊരു പൊട്ട് പപ്പടം എടുക്കാം. എന്നിട്ട് നമ്മളുടെ കപ്പ ഉപ്പേരിന്ന് ഒരു കഷ്ണം കപ്പ എടുക്കുക. ഈ ചോറും കുറച്ച് പുളിയിഞ്ചി ഇതിൽ വെച്ചിട്ട് ഉണയ്ക്കാം. ഈ പുളിയിഞ്ചി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ആഹാ, സൂപ്പർ, ഗംഭീരം. എല്ലാവർക്കും മത്തിമാസ് വള്ളിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഡിന്നറാണ് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാനത് ലഞ്ച് ആയിട്ട് കാണിക്കണം എന്നാണ് വിചാരിച്ചത്, പക്ഷെ എനിക്കതിന് പറ്റിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ ഇന്നത്തെ എൻ്റെ ഡിന്നർ അതായിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു സ്പെഷ്യൽ സാധനമാണ് ഞാനിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കണ്ടുവരാം. അതിന് വേണ്ടിയിട്ട് നമ്മളെടുത്തിരിക്കുന്നത് ഇരുമ്പാമ്പുളിങ്ങയാണ് കേട്ടോ. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിൻ്റെ രണ്ട് സൈഡിലും ഈ കറുപ്പ് കളറില്ലേ അതൊക്കെ നന്നായിട്ട് ചെത്തിക്കളയണം കേട്ടോ. എന്നിട്ട് നമുക്കിത് കുനുകുനാന്ന് അരിഞ്ഞെടുക്കണം. എന്താണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് ഞാൻ പിന്നെ പറയാം കേട്ടോ. അപ്പോൾ നമുക്കിതാ നന്നായിട്ട് ചെറുതാക്കി കുനുകുനാന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യാൻ പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചീനച്ചട്ടി വെക്കുക, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ കടുക്, മുളക്, കരിവേപ്പിൻ്റെ ഇല ഇടുക. ഞാൻ ലൈറ്റും മൊബൈലും എല്ലാം കറക്റ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ച് ചീനച്ചട്ടിയൊക്കെ വെച്ചതിന് ശേഷം വെളിച്ചെണ്ണയും കടുകും മുളകും ഇട്ടതിന് ശേഷമാണ് ഞാൻ മനസ്സിലാക്കിയത് ക്യാമറ ഓണല്ലായിരുന്നു എന്നുള്ളത്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം പിന്നെയാണ് ഓണാക്കിയത്. അപ്പോൾ കരിവേപ്പിൻ്റെ ഇല ഇടുന്നത് തൊട്ടിട്ടുള്ള സീനിയാണ് റെക്കോർഡായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ഒന്നുമില്ല, വെളിച്ചെണ്ണയും മറ്റേ എന്താ പറയുക നമ്മളുടെ കടുകും മുളക് ആ സംഭവങ്ങളൊക്കെ ഇട്ടു. അത് കഴിഞ്ഞ് കരിവേപ്പിൻ്റെ ഇല ഇട്ടു. അത് കഴിഞ്ഞിട്ട് നമുക്ക് തീ ഒന്ന് ചെറുതാക്കി താഴ്ത്തി വയ്ക്കാം. നന്നായിട്ട് പുകയുന്നുണ്ട്. തീ ഒന്ന് താഴ്ത്തി വെച്ചതിന് ശേഷം നമുക്കതിലേക്ക് ഇഞ്ചി, പച്ചമുളക് കുനുകുനാന്ന് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ കളറൊന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതാ അതിൻ്റെ കളറൊക്കെ ഒന്ന് വാടിയത് കണ്ടോ. ആ സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മളുടെ ഇരുമ്പാമ്പുളിയില്ലേ അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതൊന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇരുമ്പാമ്പുളി ഇതിൽ കിടന്ന് നന്നായിട്ട് വേവണം. അപ്പോൾ വേവാൻ വേണ്ടിയിട്ടുള്ള വെള്ളം കൂടി നമുക്കിതിലേക്ക് ഇപ്പം തന്നെ ഒഴിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഒന്ന് തിള വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതാ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാനുണ്ട്. അതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. മഞ്ഞൾപ്പൊടി കുറച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്കൊരു തുള്ളി കേട്ടോ ഒരു കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ ഉപ്പും ഇട്ട് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എന്താ ഇട്ട് കൊടുത്തിരിക്കണമെന്നറിയോ? ശർക്കര. നമ്മളൊരു 3/4 കപ്പോളം ശർക്കര നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്താണ് ഞാൻ ഉണ്ടാക്കണതെന്ന് അല്ലേ. നമ്മുടെ ഇരുമ്പാമ്പുളിഞ്ഞുകൊണ്ട് നമ്മളൊരു പുളിയിഞ്ചിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. സത്യം പറയാലോ ഞാനിത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഉണ്ടാക്കുമ്പോൾ പോലും ഞാൻ വിചാരിച്ചില്ല ഇത് ഇത്രയ്ക്കും സൂപ്പറായിട്ട് വരും എന്നുള്ള കാര്യം കേട്ടോ. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം അതാ ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് കായത്തിൻ്റെ പൊടിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കായത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം കായത്തിൻ്റെ കട്ട വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. അതാണുള്ളത് വെച്ചാൽ ഞാൻ ഇവിടെ പൊടി ഉള്ളതുകൊണ്ടാണ് ഞാൻ അത് ഇട്ട് കൊടുത്തത് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ എനിക്ക് ഒരു എന്താ പറയുക, ഞാനിത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്നോട് ചെറിയമ്മയാണ് പറഞ്ഞത് ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ, ഇല്ലത്ത് നിറയെ ഇരുമ്പാമ്പുളി നിൽക്കുന്നുണ്ട്, അപ്പോൾ ചെറിയമ്മ വേറൊന്ന് ട്രൈ ചെയ്യാമെന്ന്. അപ്പം ആ ഒരു ഇതിൽ ഞാൻ ചെയ്തതാണ് കേട്ടോ. സൂപ്പർ
ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വരണം. അപ്പോൾ കുറച്ച് സമയം എടുക്കുന്ന പരിപാടിയാണ്. പെട്ടെന്ന് അങ്ങോട്ട് പുളിയിഞ്ചി ഉണ്ടാവുമൊന്നുമില്ല, കുറച്ച് കുറുകാനുള്ള നേരവും ഒക്കെ വേണം കേട്ടോ. അപ്പോൾ ഞാൻ എന്താ പറയുക, ഇതിൻ്റെ കളർ അങ്ങോട്ട് നമ്മുടെ കറുപ്പ് കളർ വരുന്നില്ല. അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഒരു നുള്ള് പുളിഞ്ഞെടുത്തിട്ട് എന്താ പറയുക വെള്ളത്തിൽ ചാലിച്ച് ആ പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കാണിക്കാൻ ഞാൻ വിട്ടുപോയി. സത്യം പറഞ്ഞാൽ ഇത് കളറാവുന്നില്ലല്ലോ എന്നുള്ള ആ ഒരു ടെൻഷനിൽ ഞാൻ ആ ഒരു സ്റ്റെപ്പ് ഇതിൽ വിട്ടുപോയി. ഒരു തുള്ളി കഷ്ണമേ ഉള്ളൂ കേട്ടോ, കുറേയൊന്നുമില്ല. മെയിൻ ഈ ഇരുമ്പാമ്പുള്ളിയുടെ പുളിയാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ അതാ നമ്മളുടെ ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് വെള്ളത്തോട് കൂടിയിട്ട് തന്നെ മതി. കാരണം എന്താണെന്നറിയോ, നന്നായിട്ട് അങ്ങോട്ട് വെള്ളം വറ്റിച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് കട്ടയാവും. ആ ശർക്കര അങ്ങോട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഇത് കിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഈ ഒരു വെള്ളത്തോട് കൂടിയിട്ടാണ് ഞാൻ അങ്ങോട്ട് തീ ഓഫ് ചെയ്തു കേട്ടോ. ഇനി ഇത് ചൂടാറിയതിന് ശേഷം മാത്രം കുറച്ച് ഉലുവപ്പൊടിയും കൂടിയും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഊണ് കഴിക്കാറാവുമ്പോൾ ഇത് തുറക്കുക. സൂപ്പർ മണം, എല്ലാം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പം നമുക്ക് വേഗം ഉണ്ണാല്ലേ. അപ്പം ഞാനിവിടെ ചോറ് വിളമ്പിയിട്ടുണ്ട് കേട്ടോ. രാത്രി ഞങ്ങൾ അങ്ങനെ ഉണ്ണാറില്ല കേട്ടോ. എപ്പോഴും ഞങ്ങൾ പലഹാരമാണ് പതിവ്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാനിത് രാത്രി ഉണ്ണണു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ചോറും ഒരു അടിപൊളി കൂട്ടാനാണ് ഞാൻ ഉണ്ടാക്കിയിരുന്നത്. ഒരു തട്ടിക്കൂട്ട് കൂട്ടാനാണെങ്കിലും സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇന്ന് ഉണ്ടാക്കിയ ഉപ്പേരി നമ്മളുടെ കപ്പ പൂളക്കിഴങ്ങ് കൊണ്ടുള്ള ഉപ്പേരിയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ഉപ്പിട്ടു, പിന്നെ ഇത്തിരി തൈര് ഒഴിച്ചു. പിന്നെ ഞാനൊരു പപ്പടം വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ നമ്മളുടെ സൂപ്പർ ഇരുമ്പാമ്പുളി പുളിയിഞ്ചി, അതാണ് ഇന്നത്തെ സ്പെഷ്യൽ. അപ്പം നമുക്ക് വേഗം പോയിട്ടുണ്ടാ. അപ്പോൾ അതാ നമ്മളെല്ലാം എടുത്തിട്ട് ഇതേ റെഡി ആയിട്ട് ഊണ് കഴിക്കാൻ. അപ്പോൾ അതാ ഞാൻ കൂട്ടിക്കുഴയ്ക്കുകയാണ്. ഒരു മുളക് ഉണ്ട്, നമുക്കതെടുത്ത് മാറ്റി വയ്ക്കാം. കൂട്ടാനും തൈരും കൂട്ടിക്കുഴയ്ക്കാം. അപ്പോൾ അതാ നമ്മളുടെ ഇന്നത്തെ സ്പെഷ്യൽ പുളിയിഞ്ചി ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്കുണ്ണാം. ആദ്യം നമുക്കൊരു പൊട്ട് പപ്പടം എടുക്കാം. എന്നിട്ട് ഈ ചോറിലേക്ക് വെക്കാം. എന്നിട്ട് നമ്മളുടെ കപ്പ ഉപ്പേരിയിൽ നിന്ന് ഒരു കഷ്ണം കപ്പ എടുക്കുക. ഈ ചോറും കുറച്ച് പുളിയിഞ്ചി ഇതിൽ വെച്ചിട്ട് കഴിക്കാം. അപ്പോൾ ഞാൻ കഴിക്കണേ. വാവ്, നല്ല സ്വാദ്. പുളിയിഞ്ചി എരിവും മധുരവും ഒരേപോലെ പാകത്തിന്. നല്ല സ്വാദുണ്ട് കേട്ടോ, എനിക്കിഷ്ടമായി. ആഹാ, സൂപ്പർ കോമ്പിനേഷൻ, അടിപൊളി. അപ്പോൾ ഞാൻ ആദ്യം ഉണ്ടാണ്. നല്ല കൂട്ടാൻ, നല്ല സ്വാദിൻ്റെ കൂട്ടാൻ. ഉപ്പേരി അപ്പോൾ ഉണ്ടാക്കണതാ, അടിപൊളി സ്വാദ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഈ പുളിയിഞ്ചി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ആഹാ, സൂപ്പർ, ഗംഭീരം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തിക്കോളൂ. എങ്കിൽ ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ എല്ലാ വീഡിയോസും കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ്. അത് നമുക്ക് യൂട്യൂബ് നോക്കിയാൽ മനസ്സിലാവും. അപ്പം നിങ്ങൾ കാണുമ്പോൾ ദയവ് ചെയ്ത് അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പിന്നെ കണ്ടോളൂ, ഒരു കുഴപ്പമില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിലൂടെ ഇനിയും കാണാം. അതുവരെയ്ക്കും ബൈ.